സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കുക, ഇടയ്ക്കിടയ്ക്ക് വീണുപോകുന്ന ക്രിസ്ത്യാനിയായിട്ടല്ലാതെ, പണത്തിനു വേണ്ടി ആർത്തി കാണിക്കാതെ, മുഖസ്തുതിക്ക് പിന്നാലെ പോകുന്നവനാണെങ്കിൽ, സ്ഥാനമോഹങ്ങൾക്ക് പിന്നാലെ പോകുന്നവനാണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. ആ നയമാനെ വിട്ടുമാറിയതായ കുഷ്ഠം നിനക്കും നിന്റെ മക്കൾക്കും തലമുറയ്ക്കും ഉണ്ടാകട്ടെ എന്ന് ദൈവദാസൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഗേഹസിയുടെ ജീവിതത്തിൽ അങ്ങനെ വന്നു. കുഷ്ഠരോഗത്താൽ അവന്റെ മക്കളും മക്കളുടെ മക്കളും. ഒരു ദിവസം ആ മക്കൾ കൂടിയിരുന്ന് സംസാരിക്കാനിടയായി. എന്താണ് നമ്മുടെ ജീവിതം ഇങ്ങനെയായിരിക്കുന്നത്? നമ്മുടെ അപ്പൻ ഇങ്ങനെയാണ്, നമ്മുടെ അപ്പൂപ്പന്മാര്, നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും എങ്ങനെയാണ്? നോക്കുക, ബാക്കി ആർക്കും ഇങ്ങനെയുള്ള രോഗം കാണുന്നില്ലല്ലോ. അപ്പോൾ ഒരുവൻ പറഞ്ഞു, ഇതെല്ലാം എൻ്റെ അപ്പൂപ്പൻ കാരണമാണ്. എൻ്റെ അപ്പൂപ്പൻ കാരണമാണ് പണത്തിന് വേണ്ടി ഓടിയിട്ട് ഈ കുഷ്ഠരോഗം നമുക്ക് തന്നിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ അപ്പൂപ്പൻ. എത്രയോ ആളുകൾ ഇന്ന് പറയുന്നു, മക്കൾക്ക് കള്ളപ്പണം സമ്പാദിച്ചു കൊടുത്താൽ അത് അനുഗ്രഹമാണോ? മറ്റുള്ളവന്റെ വയറിനിട്ടടിച്ചിട്ട് സമ്പാദിച്ചു കൂട്ടിയ പണം നിന്റെ മക്കൾക്ക് അനുഗ്രഹമാണോ? മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുത്തതായ ആഹാരം നിങ്ങളുടെ മക്കൾക്ക് തൃപ്തി നൽകുമോ? എന്റെ പിതാവ് ഒരു എഞ്ചിനീയറായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്നതായ വ്യക്തിയാണ്. ഒരുപാട് കൈക്കൂലി കിട്ടുമായിരുന്നു. കർഷകർക്ക് വെള്ളത്തിന്റെ കാര്യങ്ങളിലുള്ള കംപ്ലൈന്റ് ഒക്കെ തീർത്തു കൊടുക്കുന്ന സമയത്ത് അവർ കെട്ടുകണക്കിന് പണം കൊണ്ട് കൈക്കൂലിയായിട്ട് കൊടുക്കുമായിരുന്നു. അതുപോലെ ആഹാര പദാർത്ഥങ്ങള്, അതുപോലെ പഴങ്ങള്. വീട്ടിൽ ആഹാരത്തിനൊന്നും തന്നെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഞാൻ മൂത്തവനായിരുന്നു. ഞങ്ങൾ മൊത്തം 8 മക്കളായിരുന്നു. ആവശ്യത്തിന് ആഹാരം എടുത്തു കഴിക്കുവാൻ അവിടെ ഉണ്ടായിരുന്നു. 4 ഏക്കർ വസ്തു ഉണ്ടായിരുന്നു. ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ തന്നെയായിരുന്നു വീട്ടിൽ സഹായങ്ങൾ. ഒരാള് മാർക്കറ്റിൽ പോകാനും കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടുപോകാനും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുവാൻ അവർ തന്നെയായിരുന്നു വന്നത്. വലിയൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. വീട്ടിൽ ജീപ്പ് ഉണ്ടായിരുന്നു. ഗവൺമെന്റിന്റെ വാഹനം ഞങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാറുണ്ട്. എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സുഖസൗകര്യങ്ങൾ എല്ലാം അനുഭവിച്ച് ജീവിച്ചിരുന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ആരോഗ്യം വളരെ മോശമായിരുന്നു. ഒരാൾക്ക് ഛർദിലാണെങ്കിൽ ഒരാൾക്ക് വയറിളക്കം, ഒരാൾക്ക് പനിയാണെങ്കിൽ ഒരാൾക്ക് ചുമ. അങ്ങനെ ഒരു സ്വസ്ഥതയുമില്ല. എപ്പോഴും ആശുപത്രിയിൽ കയറ്റിയിറക്കമാണ്. മാതാവും പിതാവുമാണെങ്കിൽ ഏതു സമയവും കലഹമാണ്. ഒരു സമാധാനവുമില്ലായിരുന്നു. രാത്രി മുഴുവൻ ക്ലബിൽ പോയിട്ട് അദ്ദേഹം ചീട്ട് കളിക്കുമായിരുന്നു, ബ്രാൻഡി കുടിക്കുമായിരുന്നു. വീടാണെങ്കിൽ നരകതുല്യമായിരുന്നു. ആഹാരത്തിനൊന്നും ഒരു കുറവുമില്ലായിരുന്നു. എന്നാൽ വീട്ടിൽ സമാധാനമില്ലായിരുന്നു. അങ്ങനെ ലഭിക്കുന്നതായ ആഹാരം ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരിക്കലും അനുഗ്രഹത്തിനും ആരോഗ്യത്തിനും ഇടയാക്കിയിരുന്നില്ല. എന്റെ പിതാവ് മാനസാന്തരപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു അദ്ദേഹത്തെ മാറ്റി, അത്ഭുതകരമായിട്ട് മാറ്റി. ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെട്ടു. അടുത്ത ദിവസം അദ്ദേഹം വീട്ടിൽ വന്ന ഉടൻ തന്നെ വീട്ടിലുണ്ടായിരുന്ന ചീട്ടിന്റെ പാക്കറ്റുകളും സിനിമാ വാരികളും എല്ലാം കത്തിച്ചു കളയാനിടയായി. 10 ബൈബിളുകൾ വാങ്ങിച്ച് എല്ലാവർക്കും കൊണ്ടുകൊടുത്തു. അമ്മയോട് എന്റെ അപ്പൻ ക്ഷമ ചോദിച്ചു. ഞങ്ങളുടെ അമ്മയുടെ പേര് ചിലക്കമ്മ എന്നാണ്. ചിലക്ക എന്ന് വിളിക്കും, ചിലക്ക എന്ന്. ചിലക്ക എന്നോട് ക്ഷമിക്കണമെന്ന് അപ്പൻ പറഞ്ഞതായ സമയത്ത് അത് കണ്ട എനിക്ക് അതിശയം തോന്നി. അമ്മയുടെ കഴുത്തിൽ നല്ല തടിച്ച സ്വർണ്ണമാല ഒക്കെയും ഉണ്ടായിരുന്നു. കൈക്കൂലി കിട്ടുമ്പോഴൊക്കെയും ഓരോരോ മാല വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അതെല്ലാം കൈക്കൂലിയാൽ വാങ്ങിച്ച മാലയാണ്. അത് നമുക്ക് വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞ സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു, അതെനിക്ക് വേണ്ട, അങ്ങയെ സ്വർണം പോലെ ദൈവമാക്കിയല്ലോ എന്ന്. ആ സ്വർണം കൊണ്ടുപോയി വിറ്റിട്ട് കോൺട്രാക്ടറുടെ അടുക്കലും കൃഷിക്കാരുടെ അടുക്കലും ആരുടെയൊക്കെ കയ്യിൽ നിന്നാണോ കൈക്കൂലി വാങ്ങിയത് അവരോടെല്ലാം ചെന്ന് പറഞ്ഞു, നിങ്ങളോട് ഇനി ഞാൻ ഒരിക്കലും കൈക്കൂലി വാങ്ങുകയില്ല. വാങ്ങിയതായ കുറച്ച് പണമാണെങ്കിലും ഞാനിപ്പോൾ തിരിച്ചു തരികയാണ് എന്ന് പറഞ്ഞ് അവരുടെ അടുക്കല് കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആ പണമൊക്കെയും തിരികെ കൊടുക്കാനിടയായി. അന്നുവരെയും ഞങ്ങളുടെ ഭവനത്തിൽ ശാപമായിരുന്നു. എന്നാൽ എപ്പോഴാണോ കൈക്കൂലി വാങ്ങുന്നത് ഒഴിവാക്കിയത്, ഒരു ദിവസം ഒരു വ്യക്തി പണം കൊണ്ടുവന്നു. ഞാനും അപ്പോൾ ഓഫീസിലുണ്ട്. ഞാൻ ദൈവവേല ചെയ്യുന്ന സമയമാണ്. അദ്ദേഹം കൊണ്ട് കൈക്കൂലി കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ വാങ്ങൂ. ഇല്ല, ഞാൻ വാങ്ങത്തില്ല, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദ്യം ചെയ്തു, എന്താണ്, എല്ലാവരും വാങ്ങുന്നുണ്ടല്ലോ, പിന്നെ അങ്ങെന്താണ് വാങ്ങാത്തത്? മറ്റേയാൾ വാങ്ങുന്നുണ്ടല്ലോ, അദ്ദേഹവും ഒരു ക്രിസ്ത്യാനിയാണല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടിരിക്കുന്നു, എൻ്റെ കയ്യിൽ ഇനി കുഷ്ഠരോഗം വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തരൂ എന്ന് പറയാനിടയായി. അയ്യോ, എന്താണ് സാർ അങ്ങനെ പറയുന്നത്? അതെ, ഞാൻ ചെയ്ത പാപത്തിന് എനിക്ക് കുഷ്ഠരോഗം വരേണ്ടതാണ്. എന്നാൽ എനിക്ക് വേണ്ടി യേശു ക്രൂശിൽ ശിക്ഷ അനുഭവിച്ചതുകൊണ്ട് അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി കൈക്കൂലി വാങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട്
എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിരുന്നതായ കാലമത്രയും 1 രൂപ പോലും കൈക്കൂലി വാങ്ങാതെ അദ്ദേഹം കർത്താവിന്റെ സാക്ഷിയായിട്ട് മുൻപോട്ട് പോയി. ദൈവത്തിന്റെ സേവ ചെയ്യുവാനുമിടയായി. ഈ ദിവസം അങ്ങനെയുള്ള അധികാരികൾ, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ മാനസാന്തരപ്പെടണം. ശ്രദ്ധിക്കുക, വഞ്ചന കാട്ടി ലഭിക്കുന്നതായ പണം നിങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹമല്ല. പിതാവ് രക്ഷിക്കപ്പെട്ട ശേഷം ഞാനും രക്ഷിക്കപ്പെടാനിടയായി. ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുൻപ് എന്റെ ഇഷ്ടം പോലെ ജീവിച്ചു നടന്ന ഒരു വ്യക്തിയായിരുന്നു. എന്റെ സഹോദരങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ കൃപയാൽ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടു. അനാവശ്യമായ രോഗങ്ങൾ ഒന്നും വരാതെ നല്ല ആരോഗ്യത്തെ ദൈവം എല്ലാവർക്കും കൊടുത്തു. നിന്റെ അധ്വാന ഫലത്തെ അനുഗ്രഹിക്കാമെന്ന് ദൈവം പറഞ്ഞു. നീ കഷ്ടപ്പെട്ട് 10 രൂപ നേടിയെടുത്താലും ശരി, നിന്റെ ആ വരുമാനത്തെ ദൈവം അനുഗ്രഹിക്കും. അതാണ് അനുഗ്രഹം. ഒരുവൻ വയറ് നിറച്ച് ആഹാരം കഴിച്ച് സംതൃപ്തിയോടെ ഉറങ്ങുകയാണെങ്കിൽ അതാണ് വലിയ അനുഗ്രഹമെന്ന് ശലോമോൻ പറഞ്ഞു. എന്നാൽ ഇന്ന് സമ്പാദിച്ചു കൂട്ടുന്നു, ആരും കഴിക്കുന്നില്ല. സമ്പാദിച്ച് ജീവിക്കുന്നു, എന്നാൽ ഉറങ്ങാൻ പോലും സമയമില്ല. എന്താണ് ചെയ്യുന്നത്? ഒരാൾ സമുദ്രതീരത്ത് നോക്കി സുഖമായിരിക്കുന്ന സമയത്ത് ഒരാൾ ചോദിച്ചു, എന്താണ് ഇരിക്കുന്നത് ഇവിടെ? വെറുതെ സമയം കളയുകയാണോ? അപ്പോൾ മറ്റേയാൾ പറഞ്ഞു, അല്ല, ദൈവത്തിന്റെ സൃഷ്ടി കണ്ട് ഞാൻ അതിശയിച്ചിരിക്കുകയാണ്, ഞാൻ വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. അതെന്താണ്? നിനക്ക് മീൻ പിടിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഞാൻ മീൻ പിടിച്ചു എന്ന് പറഞ്ഞു. ആ കുറച്ചുകൂടെ മീനെ പിടിച്ചുകൂടെ? എന്തിനാണ് പിടിക്കുന്നത്? അതിനെ വിറ്റ് പണമുണ്ടാക്കിക്കൂടെ? ആ പണമുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? ആ പണം നിനക്ക് കൂട്ടിവെക്കുവാൻ കഴിയുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? അത് നിനക്കൊരു വീട് കെട്ടാൻ കഴിയുമല്ലോ. എന്നിട്ട് എന്ത് ചെയ്യണം? നിനക്ക് സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു. എന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാം വാങ്ങിച്ചു വെച്ചുകൂടെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ സുഖമായിട്ട് വിശ്രമിച്ചുകൂടെ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നതെന്ന്. കുറെ കാലം കഴിഞ്ഞിട്ട് എന്തിനാണ് വിശ്രമിക്കുന്നത്? ഞാനിപ്പോൾ വിശ്രമിക്കുകയാണ്. ഈ ദിവസത്തേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഞാൻ നേടിയിരിക്കുന്നു. ഇപ്പോൾ ഞാൻ ആസ്വദിച്ചിരിക്കുകയാണ്. നാളത്തെക്കുറിച്ച് എനിക്ക് വിചാരമില്ല. അതാത് ദിവസത്തെ ദോഷം അതാത് ദിവസം മതി. ധനമോഹം സകല ദോഷത്തിനും ഹേതുവാകുന്നു. ചിലർ അങ്ങനെ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ പലരും ചെയ്യാറുണ്ട്. സമ്പാദിക്കുന്ന പണമൊക്കെ ചെന്നിട്ട് ഏതെങ്കിലും ഒരു ചിട്ടിക്കമ്മിൽ അവരുടെ അടുക്കൽ കൊണ്ട് കൊടുക്കുവാൻ ഇടയാകും. അവസാനം ഒരു ദിവസം അവരതും പൊട്ടിച്ചിട്ട് പോകും. പിന്നെ അവസാനം വരുന്ന കരയുകയാണ്, അയ്യോ ഞാൻ സമ്പാദിച്ച പണമെല്ലാം അയ്യോ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് കരയും. 10 വർഷം കൊണ്ടുണ്ടാക്കിയ പണമെല്ലാം പോയി എന്ന് പറഞ്ഞ് കരയാനിടയാകും. എന്ത് പ്രയോജനം? നിന്റെ അധ്വാന ഫലത്തെ നീ അനുഭവിക്കണം. അധ്വാന ഫലം വഞ്ചകന്റെ കയ്യിൽ കൊണ്ടുകൊടുത്താൽ എന്ത് ഗുണമാണ്? ദൈവം നിന്നെ അനുഗ്രഹിച്ചാൽ അത് എന്നേക്കുമുള്ള അനുഗ്രഹമാണ്. നീ ഭയപ്പെടേണ്ട. ദൈവം, നീ വിശ്വസിക്കുന്ന ദൈവം, അവൻ സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. ആകാശത്തെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ഒരു പക്ഷിയും കളപ്പുരയിൽ കൂട്ടുന്നില്ല. നിങ്ങളൊരു പുഷ്പത്തെ നോക്കുക, ആരാണ് അത്രയും വർണ്ണത്തെ കൊടുത്തിരിക്കുന്നത്? ഒരു പൂവിനെ അലങ്കരിച്ചിരിക്കുന്നതായി ദൈവം, ആകാശത്തിലെ പറവകളെ പോഷിപ്പിക്കുന്ന ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നിർമ്മിക്കപ്പെട്ട നിന്റെ കാര്യം നോക്കുകയില്ലേ? നിനക്കാവശ്യമായ വസ്ത്രങ്ങളും ആവശ്യമായ കാര്യങ്ങളും നൽകില്ലേ? വിശ്വസിക്കുക, നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ വിശ്വസിക്കുക. കടം കടം കടം. ആദ്യം പണമെന്ന് പറയുമായിരുന്നു. പിന്നെന്താണ് പറയുന്നത്? അനേകരും കടങ്ങൾ വാങ്ങിയിരിക്കുന്നത് സുഖസൗകര്യങ്ങൾ അനുഭവിക്കാനാണ്. ഈ ക്രെഡിറ്റ് കാർഡ് വന്നതിൽ പിന്നെ ഇന്നുള്ള എല്ലാ മനുഷ്യർക്കും ഈ 2 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത്. എന്താണ്? സെൽഫോണും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡും. എത്ര പേർക്കുണ്ട്? വേണ്ട, കാണിക്കണ്ട. എത്ര പേർക്കുണ്ട്? എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് കാർഡ് ഇല്ല എന്ന് പറയുമ്പോൾ, അയ്യോ ക്രെഡിറ്റ് കാർഡ് പോലും കയ്യിലില്ലേ? അയ്യോ, അതായത് എന്തോ ഒരു വലിയ തെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാവത്തിലാണ് പറയുന്നത്. പണമാണെങ്കിൽ എണ്ണിക്കൊടുക്കുമ്പോൾ നമുക്കത് അറിയാൻ കഴിയും. കാർഡ് എടുത്തൊന്ന് സ്വൈപ്പ് ചെയ്താൽ എങ്ങനെ മനസ്സിലാകും? കടം കൊടുക്കേണ്ട ആളുകൾ വന്നിട്ട് വഴക്ക് പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. എന്താണ്? ഇന്നത്തെ കാര്യം ഇന്ന് നടന്നാൽ മതി. നാളേക്ക് ആവശ്യമുള്ളത് ഇന്ന് തന്നെ കടം വാങ്ങി ഉപയോഗിക്കേണ്ട കാര്യം എന്താണ്? ഇവയെല്ലാം തന്നെ ഒരു വ്യക്തിയെ ഞെരുക്കത്തിലും കഷ്ടത്തിലും ആക്കിക്കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരാതെ, ദൈവിക നന്മകൾ അനുഭവിക്കുവാൻ കഴിയാതെ, ദൈവത്തിൽ വിശ്വസിക്കുവാൻ കഴിയാതെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ ഗേഹസിയുടെ കാര്യം പോട്ടെ, ഫിലിപ്പോസിന്റെ കാര്യം നോക്കൂ. എന്താണ്? അവൻ മുൻപോട്ട് ഓടുകയാണ്, രഥത്തിന് പിന്നാലെ ഓടുകയാണ്. രഥത്തിലിരുന്ന് അപ്പോൾ ഒരാൾ യെശയ്യാവിന്റെ പുസ്തകം വായിക്കുകയാണ്. നമുക്കത് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 29-ാമത്തെ വാക്യം. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്തു ചെന്ന് തേരിനോട് ചേർന്നു നടക്ക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ
നോക്കുക. ദൈവം എങ്ങനെ തൻ്റെ മക്കളെ നടത്തുന്നുവെന്ന് നോക്കുക. അവൻ്റെ മാർഗത്തിൽ അവൻ നടത്തും. നിങ്ങൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണോ പോകുന്നത്? ഒരു വീട് വാങ്ങാൻ ആലോചിക്കുന്ന സമയം, ഒരു വാഹനം വാങ്ങാൻ ആരംഭിക്കുമ്പോൾ, വിവാഹം കഴിക്കുവാൻ തുടങ്ങുന്ന സമയം, ഒരു യാത്ര പുറപ്പെടുന്നതിന് മുൻപായിട്ട് ദൈവമേ നിന്റെ ഹിതമാണോ, നീ എൻ്റെ കൂടെ വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണോ കടന്നു പോകുന്നത്? ഇനിയും നിങ്ങൾ അങ്ങനെ ചെയ്യണം. നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിച്ചാൽ, ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്കുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയാകും. അനാവശ്യമായ അപകടങ്ങളും ഞെരുക്കങ്ങളും ആപത്തും കടവും ബുദ്ധിമുട്ടും കഷ്ടതയും എല്ലാം ദൈവത്തിൻ്റെ ഹിതപ്രകാരത്തിന് വിരുദ്ധമായിട്ട് നീ ചെയ്തതിൻ്റെ കാരണമായിട്ടാണ് ഉണ്ടായത്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുകൊണ്ട് അവൻ്റെ ചിറകിൻ മറവിൽ ആയിരിക്കുകയാണെങ്കിൽ നിനക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ഇവിടെ ദൈവം പറഞ്ഞതുപോലെ ചെയ്യുകയാണ്. അതുപോലെ തന്നെ ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പറയുകയുമാണ്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം യെശയ്യാവിൻ്റെ പുസ്തകം വായിക്കുകയാണ്, ഉറക്കെ വായിക്കുകയാണ്. അപ്പോൾ ഫിലിപ്പോസ് ചോദിച്ചു, നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് കേട്ടതായ ഷണ്ഡാധിപൻ അത് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞില്ല. ആരെങ്കിലും വിശദീകരിച്ച് തരുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണത് മനസ്സിലാക്കുന്നത്? അതുകൊണ്ട് കയറിയിരുന്ന് ഇതെനിക്ക് പറഞ്ഞു തരിക. എന്നാൽ ഈ കാലത്ത് പലരും അറിയില്ല എങ്കിലും അറിയുമെന്നാണ് ഭാവിക്കുന്നത്. പിന്നെ ഒരിക്കലും മനസ്സിലാക്കുകയുമില്ല. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അറിയാത്ത കാര്യങ്ങൾ അറിയാമെന്ന് ഭാവിച്ചാൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എപ്പോഴാണെങ്കിലും ശരി, എനിക്കറിയില്ല, എനിക്ക് പറഞ്ഞു തരണമേ എന്നൊക്കെ പറയുവാൻ ശീലിക്കുക. എനിക്കറിയാം, എനിക്ക് പറഞ്ഞു തരണ്ട, എനിക്കറിയാം, ഇതൊക്കെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് അപകടമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് വളർച്ച പ്രാപിച്ച് നമുക്ക് പലപ്പോഴും മുൻപോട്ട് പോകുവാൻ കഴിയാത്തത്. എന്താണ്? ഒന്നും അറിയില്ല എങ്കിലും എല്ലാം അറിയാമെന്ന് ഭാവിക്കുന്നു. ഇവിടെ എന്താണ്? മന്ത്രിയാണെങ്കിലും അവൻ സത്യാന്വേഷിയാണ്. ഒരുപാട് ആഗ്രഹത്തോടെ ആലയത്തിൽ വന്ന വ്യക്തിയാണ്. അവിടെ എന്ന നാമമാത്രമായ കാര്യങ്ങളാണ്. ഒന്നിലും അദ്ദേഹത്തിന് തൃപ്തി വന്നില്ല. അവിടെ കടന്നു ചെന്നു, യാഗം അർപ്പിച്ചു, വെറുതെ ഒന്ന് അവിടെ പ്രാർത്ഥിച്ചു, അവിടെ എല്ലാം നോക്കിയിട്ട് ഇങ്ങനെ വരികയാണ്. തിരിച്ച് രഥത്തിൽ കടന്നു വരുമ്പോഴും അദ്ദേഹത്തിന്റെ ആഗ്രഹം തീർന്നിട്ടില്ല, ദാഹം തീർന്നിട്ടില്ല. എന്നാൽ അദ്ദേഹം മന്ത്രിയായിരിക്കുന്നത് കൊണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് പണമുള്ളത് കൊണ്ട് ഒരു യെശയ്യാവിന്റെ പുസ്തകത്തെ വാങ്ങിച്ചു. അന്ന് ബൈബിൾ പൂർണ്ണമായും കിട്ടിയിട്ടില്ല. ഒരു പുസ്തകം തന്നെ വളരെ വിലയേറിയതാണ്. മന്ത്രിമാർക്കും അതുപോലെ തന്നെ വലിയ ധനവാന്മാർക്കും മാത്രമേ വാങ്ങിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. ആ ഒരു പുസ്തകം അദ്ദേഹം വാങ്ങിക്കുവാനിടയായി. അദ്ദേഹം അത് വായിച്ചുകൊണ്ട് വരികയാണ്. അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി രോമം കത്തിരിക്കുന്നവന്റെ മുൻപാകെ മിണ്ടാതെയിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായു തുറക്കാതെ ഇരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയിൽ ആർ വിവരിക്കും എന്ന് വായിച്ചതായ സമയത്ത് അടുത്തിരുന്നതായ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇത് ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചാണോ അതോ മറ്റൊരുത്തനെ കുറിച്ചാണോ എന്ന് പറഞ്ഞു തരണം. 35-ാമത്തെ വാക്യം. ഫിലിപ്പോസ് ഈ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവനോട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ളതായ സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. ശ്രദ്ധിക്കുക, ആരെക്കുറിച്ചാണ്? ഫിലിപ്പോസ് യേശുക്രിസ്തുവിനെ കുറിച്ച് സുവിശേഷിച്ചു. യേശുക്രിസ്തു നിനക്ക് വേണ്ടി ഭൂമിയിൽ ജനിക്കുവാനിടയായി, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു, ക്രൂശിൽ പ്രാണനെ നൽകി, നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തമായി അവൻ ശിക്ഷിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ കഷ്ടത അനുഭവിച്ചു, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മരണത്തിന്റെ ബലമുള്ള കരത്തെ, അതായത് പിശാചിനെ മരണം കൊണ്ട് ജയിച്ചു, പാതാളത്തിന്മേൽ അധികാരം കൈയടക്കുവാനിടയായി, സകലത്തെയും ജയിച്ചിരിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റവനാണ്, അവൻ ജീവനാകുന്നവനാണ്, ജീവന്റെ അധികാരിയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, മരിച്ചാലും അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. യേശുവാണ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്നതെന്ന് ഓർക്കുക. നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ രക്തമൊഴുക്കിയത് അവനാണ്. ഗലാത്യ സഭയിൽ പ്രശ്നമുണ്ടാകാൻ ഞാൻ പൗലോസിന്റെ ആളാണ്, അപ്പൊല്ലോസിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കലഹിക്കുവാനും മത്സരിക്കാനും തുടങ്ങി. ഞങ്ങളുടെ സഭയാണ് വലുത്, നിങ്ങൾ എന്താണ് ഞങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്? പത്രോസിനോട് പറഞ്ഞു, പത്രോസിന്റെ മേലാണ് ചർച്ച കെട്ടുന്നതെന്ന് അറിയാമോ?
പൗലോസ് ആരാണെന്ന് വിചാരിക്കുന്നത് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ സഭയാണ് വലുതെന്ന് പറഞ്ഞ മത്സരിക്കാണ്. പൗലോസ് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? പൗലോസാണോ നിങ്ങളുടെ പാപം ക്ഷമിച്ചത്? പൗലോസാണോ നിങ്ങളെ രക്ഷയിലേക്ക് നടത്തിച്ചത്? ചിന്തിക്കുക. പൗലോസാണോ, പത്രോസാണോ, അപ്പല്ലോസാണോ? ഞങ്ങളെല്ലാവരും ദൈവത്തിന്റെ ദാസന്മാരാണ്. ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ്. നിങ്ങൾ ക്രിസ്തുവിന് ഉള്ളവരാണ്. ഞാൻ വിതച്ചു, അപ്പല്ലോസ് വെള്ളമൊഴിച്ചു, എന്നാൽ വളരുമാറാക്കുന്നവൻ ആരാണ്? ദൈവമാണ്. ഈ കാലത്ത് ഡിനോമിനേഷൻ ഫീലിംഗ് വളരെ കൂടി വരുന്നതായ സമയമാണ്. 43 വർഷത്തെ ശുശ്രൂഷയിൽ ഞാനൊരു സഭയും സ്ഥാപിച്ചിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം മക്കളുമായി ആരാധിക്കുന്ന മദ്രാസിൽ ഒരു സഭയുണ്ട്. അതുപോലെ തന്നെ കുഗ്രാമത്തിൽ ഒരു 3 സഭകൾ ഞാൻ വേറെ സ്ഥാപിക്കുവാൻ ഇടയായി. ആ സഭകൾ വേറെ സഹോദരന്മാരെ ഏൽപ്പിച്ചിട്ട് ഞാൻ തിരികെ പോരുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ കൂടെ സേവ ചെയ്ത ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അതല്ലാതെ എല്ലാ നാടുകളിലും ചെന്നിട്ട് സഭ സ്ഥാപിക്കുകയും ഞാൻ ഇത്രയും സഭകൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞ് പുകഴുകയും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ സഭയിലെയും വ്യക്തികൾ യേശുവിൻ്റെ മക്കളാണെന്നും ഏതു സഭയിൽപ്പെട്ടവരാണെങ്കിലും യേശുവിൻ്റെ രക്തത്താൽ അവർ വാങ്ങപ്പെട്ടവരാണ് എന്നും ഏതു സഭയിൽപ്പെട്ടവരാണെങ്കിലും അവർ യേശുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുക മണവാട്ടി സഭയുടെ ആളുകളാണെന്നും മനസ്സിലാക്കണം. അവർ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരാണെന്നും അവർ യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ പോകുന്ന ആളുകളാണെന്നും പ്രസംഗിക്കുന്നതാണ് എൻ്റെ പണി. കർത്താവ് പറയുന്ന സ്ഥലത്തേക്ക് പോയി പറയുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വലിയ പ്രതിഫലം ലഭിക്കാനിടയാകും. ഇവിടെ ധനകാര്യമന്ത്രി ആയിരിക്കുന്നതായ ആ വ്യക്തിയെക്കുറിച്ച് നാം നോക്കുമ്പോൾ ആ വ്യക്തിയുടെ രക്ഷയ്ക്കു വേണ്ടി, ആ ഒരു വ്യക്തിയുടെ രക്ഷയ്ക്കു വേണ്ടിയ രഥത്തിന്റെ പിന്നാലെ ഓടിപ്പോയതായ ഫിലിപ്പോസിനെ നോക്കുക. സുവിശേഷം പറഞ്ഞപ്പോൾ അവൻ യേശുവിൽ വിശ്വസിച്ചു. പിന്നീട് വെള്ളം കണ്ടപ്പോൾ അത് കണ്ട് പറയുകയാണ്, ഇതാ വെള്ളം, എനിക്ക് സ്നാനം നൽകുമെന്ന്. നീ കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ സ്നാനപ്പെടുന്നതിൽ തടസ്സമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന്. അങ്ങനെ ഷണ്ണനെ സ്നാനപ്പെടുത്തി. പിന്നീട് ബൈബിളിൽ നമുക്ക് കാണാം അവനെ പിന്നെ അവിടെ കണ്ടില്ല എന്ന്. ഇന്നാണെങ്കിൽ പറയാം, ഞാൻ സ്നാനപ്പെടുത്തിയത് കൊണ്ട് എനിക്ക് തന്നെ ദശാംശം നൽകണം. എന്താണ് ഇതെന്തൊരു പ്രശ്നമാണല്ലേ? ഞങ്ങളുടെ പാസ്റ്റർ ശപിക്കുമോ എന്നുള്ള ഭയമാണ് ഉണ്ടാകുന്നത് എന്ന് പലരും വന്നിട്ട് പറയാറുണ്ട്. നിങ്ങളൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. നീ നേരെ പോയാൽ നിന്നെ ആരും ശപിക്കുവാനിടയാകില്ല. ആരെല്ലാം ശപിച്ചാലും നിനക്ക് ഒന്നും സംഭവിക്കുകയുമില്ല. നീ ശരിയല്ല എങ്കിൽ കാക്ക കാഷ്ടിച്ചാലും അത് ശാപമാകും. നീ ശരിയായി ജീവിച്ചാൽ ഒരു മന്ത്രവും ഒരു മായയും നിനക്കെതിരായിട്ട് ഉണ്ടാക്കുന്നതായ ഒരു ആയുധവും ഫലിക്കയില്ല. അത് നിനക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പോവുകയാണ്. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതാണോ? ദൈവത്തിന്റെ വചനമനുസരിച്ച് നീ ജീവിക്കുന്നുണ്ടോ? നിന്നെ രക്ഷിച്ച നിന്റെ യേശുക്രിസ്തുവിനെ നീ പൂർണ്ണ ഹൃദയത്തോടുകൂടി വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുന്നുണ്ടോ? ഓരോ ക്ഷണവും അവനിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ ഹിതപ്രകാരം നീ വചനത്തെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടോ? എങ്കിൽ നിനക്ക് നന്മയാണ്. ഈ ലോകത്തിന്റെ സുഖസൗകര്യങ്ങളെല്ലാം നിനക്ക് ചവർന്ന് തോന്നും. ക്രിസ്തു നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ ലോകത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നാം ഓടുകയില്ല. ഈ പണവും സമ്പാദ്യവും, നമുക്ക് പണം വേണം. ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് പണം ആവശ്യമാണ്. പണം വേണ്ട എന്ന് ഞാൻ പറയില്ല. എന്നാൽ ധനമോഹം, അത്യാഗ്രഹം, തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുന്ന രീതിയാണ് തെറ്റ്. പണത്തിനു വേണ്ടി നീ പ്രയത്നിക്കേണ്ട കാര്യമില്ല, നീ ഓടേണ്ട കാര്യമില്ല. പണം നിന്റെ പിന്നാലെ വരുവാൻ തക്കവണ്ണം ദൈവം ചെയ്യാനിടയാകും. എന്റെ പാനപാത്രവും നിറഞ്ഞ് കവിയും. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഇന്നുള്ളവർ പറയും, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നുമില്ല എന്ന്. ഒന്നുമില്ലേ? എന്നാൽ സത്യത്തിൽ എന്താണ്? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും മുട്ടുണ്ടാവുകയില്ല. അതായത് നിനക്കൊരു ക്ഷാമവും ഉണ്ടാകില്ല. യേശു എൻ്റെ ഇടയനായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു കുറവും ഉണ്ടാവുകയില്ല. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുവാനിടയാകും. സമൃദ്ധി, ആടുകൾക്ക് ജീവൻ കൊടുക്കുവാൻ, സമൃദ്ധിയായിട്ട് കൊടുക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഒരേ ഒരു ആശയമുള്ളൂ, നിങ്ങളെല്ലാവരും ശ്രേഷ്ഠരായ ക്രിസ്ത്യാനികൾ ആയിരിക്കണം. പണത്തിന് പുറകെ ഓടുന്നവരല്ലാതെ, പണത്തിനു വേണ്ടി ആശിക്കുന്നവരല്ലാതെ, താൽക്കാലികമായ സുഖ സൗകര്യങ്ങളിൽ ആകർഷിക്കപ്പെടാത്തവരായി, വഞ്ചകനും കള്ളനുമായിരിക്കുന്ന പിശാചിന് കീഴ്പ്പെടുന്നവരായിട്ട് ജീവിക്കരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ശക്തിയും ധൈര്യവും സുബോധവുമുള്ളതായ ആത്മാവിനെ അവൻ തന്നിരിക്കുന്നത്.
അവൻ നൽകിയിരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും ധൈര്യത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ പഞ്ചേന്ദ്രിയങ്ങൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്? നമ്മെ ആശയിലേക്ക്, ആഗ്രഹത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. കണ്ണുകൊണ്ടൊരു നല്ല വസ്തു കണ്ടാൽ അത് നേടിയെടുക്കാൻ ആഗ്രഹിക്കും. നമ്മുടെ ഉള്ളിലേക്ക് ലോകത്തിന്റെ ചിന്തയും ലോകത്തിന്റെ മോഹവും ആഗ്രഹങ്ങളും പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് ആശകൾ ഉണ്ടാവുകയാണ്. ഇവയെ എല്ലാം ജയിക്കുവാനുള്ള ശക്തി അവൻ നൽകിയിട്ടുണ്ട്, നേരിടുവാനുള്ള കൃപ നൽകിയിട്ടുണ്ട്. രാജകൊട്ടാരത്തിൽ നിന്ന് ശ്രേഷ്ഠകരമായ രാജാവിന്റെ ഭോജനം സൗജന്യമായി ഭക്ഷിക്കുവാൻ ദാനിയേലിന് അവസരം കിട്ടി. നല്ല ആഹാരം, നല്ല മാംസം. എന്നാൽ ദാനിയേൽ എന്തു പറഞ്ഞു? ഈ രാജഭോജനം ഭക്ഷിച്ചുകൊണ്ട് എന്റെ ശരീരത്തെ ഞാൻ അശുദ്ധമാക്കുകയില്ല, അവയെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ലഹരി പിടിപ്പിക്കുന്നതായ വീഞ്ഞ് അവൻ ഒഴിവാക്കുവാനിടയായി. അതുകൊണ്ടാണ് ദാനിയേൽ ദൈവത്തിന് പ്രിയനായി മാറിയത്. പാപത്തെ വിട്ട് ഓടിപ്പോകുന്ന വ്യക്തിക്ക് മാത്രമേ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ കഴിയൂ. യൗവന മോഹങ്ങളെ വിട്ട് ഓടിപ്പോവുക, ദൈവത്തിന്റെ മക്കളുമായിട്ട് പ്രാർത്ഥിച്ച് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് പോകുവാനായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നു. നിന്റെ ഓട്ടം എന്തിനു വേണ്ടിയാണ്? ആരെയാണ് നീ പിന്തുടരുന്നത്? നിന്റെ ആഗ്രഹം എന്തിനു വേണ്ടിയാണ്? എന്തു സമ്പാദിക്കുവാൻ വേണ്ടിയാണ് നിന്റെ പരിശ്രമം? നീ യേശുവിനു വേണ്ടി ഓടുക, യേശുവിങ്കിലേക്ക് നീ തിരിയുക. യേശുവിങ്കിലേക്ക് നോക്കിക്കൊണ്ട് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടി ഓടണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മുടെ ഓട്ടം സ്വർഗത്തിലേക്കാണ്. നമ്മുടെ ഓട്ടം നിത്യജീവനു വേണ്ടിയാണ്. നമ്മുടെ കണ്ണുകൾ നമ്മെ സമൃദ്ധിയിലേക്ക് നടത്തുന്ന യേശുവിങ്കിലേക്ക് ഉയർത്തുമ്പോൾ നിനക്കൊരു നന്മയ്ക്കും കുറവുണ്ടാകില്ല, ഒരു ദോഷവും ഉണ്ടാകില്ല. നിനക്ക് ഏത് ദുഃഖം വന്നാലും, ഏതു കഷ്ടത വന്നാലും, ബുദ്ധിമുട്ട് വന്നാലും, ആവശ്യം വന്നാലും, നിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുവാൻ കഴിയുന്നതായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടാകുമ്പോൾ, അവന്റെ സഹായം നിനക്കുണ്ടായിരിക്കുമ്പോൾ നീ ഭയപ്പെടേണ്ട കാര്യമില്ല, നീ വിഷമിക്കേണ്ട കാര്യം ഇല്ല. ശ്രേഷ്ഠരായ ക്രിസ്തീയ വിശ്വാസികളായിട്ട് നമുക്കായിരിക്കാം. ദൈവവചനം സത്യമായി പ്രസ്താവിക്കുന്ന ഉപദേശങ്ങൾ നമുക്ക് കേൾക്കാം. വചനപ്രകാരം ജീവിക്കുന്നതിനു വേണ്ടി നമുക്ക് വചനം മുഴങ്കാലിലിരുന്ന് പഠിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. അവന്റെ വരവിത ഏറ്റവും സമീപസ്ഥമായിരിക്കുകയാണ്. അവന്റെ വരവിനു വേണ്ടി മയങ്ങിപ്പോകാതെ ഉണർന്നിരുന്നുകൊണ്ട് അവന്റെ വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ചുറ്റുപാടും എത്രയോ ആളുകൾ നശിച്ചു പോകുന്നു. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആത്മാക്കളെ രക്ഷിക്കണമെന്നുള്ള ഭാരത്തോടുകൂടി കർത്താവിന്റെ മാർഗത്തിൽ നടന്നുകൊണ്ട് കർത്താവിനു വേണ്ടി ആത്മാക്കളെ നമുക്ക് നേടാം. അവർ ധനവാന്മാരാകട്ടെ, പാവപ്പെട്ടവരാകട്ടെ, ഭിക്ഷക്കാരായിക്കൊള്ളട്ടെ, ഗതിയില്ലാത്തവരായിക്കൊള്ളട്ടെ, എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും എല്ലാവർക്കും ഒരു ആത്മാവുണ്ട്. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നവരായിരിക്കുന്നത് കൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്തി മറ്റുള്ളവരെ യേശുവിന്റെ അടുക്കലേക്ക് നീ നടത്തുക. അങ്ങനെ നിന്റെ വിശ്വാസ ജീവിതത്തെ നിനക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നീ ജീവിതത്തിൽ ഭാഗ്യവാനായിട്ട് മാറും, ഭാഗ്യവതിയാകും. തലകളെ വണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു, എന്നാൽ നിന്റെ ആലയത്തിലേക്ക് വരാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. നിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുവാൻ പോലും കഴിയുന്നില്ല. ഞങ്ങളുടെ ചുറ്റുപാടും നശിച്ചു പോകുന്ന എത്രയോ ജനങ്ങൾ ഉണ്ട്. ഞങ്ങൾക്കവരെക്കുറിച്ചൊരു ഭാരവും ആശയമില്ലാത്തവരായിരിക്കുന്നു. കർത്താവേ, യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേട്ടതായ ഞാൻ മറ്റുള്ളവരോടും സുവിശേഷം പങ്കുവയ്ക്കുവാൻ സഹായിക്കണമേ. നിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞതായ ഞാൻ ആ സ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനായി സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വഞ്ചിച്ച് സമ്പാദിച്ചെടുത്ത പണം, വഞ്ചന കൊണ്ട് നേടിയെടുത്ത ആഹാരം, അത് ഞങ്ങൾക്ക് ശാപമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അന്യായങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നു. വ്യാജമായി സമ്പാദിച്ചതെല്ലാം തിരികെ കൊടുക്കാം. ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ നീ പൊറുക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കുമാറാകണമേ. പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കർത്താവിനോട് പ്രാർത്ഥിക്കുക. എല്ലാവരും വായ് തുറന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ നീ ദർശിക്കണമേ. ആ സ്വർഗീയ വാതിലുകളെ തുറന്നുകൊണ്ട് ആ കിളിവാതിലുകളിൽ നിന്ന് ഞങ്ങളുടെ മേൽ അനുഗ്രഹത്തെ ചൊരിയുമെന്ന് പറഞ്ഞ വാഗ്ദത്തം അക്ഷരാർത്ഥത്തിൽ നടത്തണമേ. നിന്റെ നാമത്തിൽ സകല ശാപങ്ങളും അഴിഞ്ഞു പോകട്ടെ. നിന്റെ നാമത്തിൽ സകല രോഗങ്ങളും അഴിഞ്ഞു പോകട്ടെ. എല്ലാ ഞെരുക്കത്തിൽ നിന്നും നിന്റെ മക്കളെ നീ വിടുവിക്കുമാറാകണമേ. കണ്ണുനീരൊഴുക്കിക്കൊണ്ട്, ബുദ്ധിമുട്ടോടുകൂടി, ഞെരുക്കത്തോടുകൂടി, കഷ്ടതയിൽ അകപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ജീവിക്കാതെ നീ ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ സമ്പന്നരാക്കുവാൻ ദരിദ്രനായ
ദൈവമേ, ഞങ്ങളുടെ കഷ്ടതകളും ശാപങ്ങളുമെല്ലാം വഹിച്ചവനെ, ഞങ്ങളുടെ ശാപങ്ങളെല്ലാം ക്രൂശിൽ തറച്ചവനെ, നിനക്ക് നന്ദി കരയേറ്റുന്നു. ശാപത്തെ അഴിച്ചു മാറ്റണമേ. അടയ്ക്കപ്പെട്ട ഗർഭപാത്രങ്ങളെ കർത്താവേ നീ തുറക്കണമേ. ഉദരഫലമില്ലാതെ ഭാരപ്പെടുന്ന ആളുകൾ, മക്കളില്ല എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന അനേകം ആളുകൾ സ്വന്തം മക്കളുമായിട്ട് ഇവിടെ വന്നിട്ട് നിന്നോട് സാക്ഷ്യം പറയുവാൻ നീ സഹായിക്കണമേ. യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി എങ്ങനെയുള്ള വ്യക്തിയാണ്, മാനസാന്തരം എന്താണെന്ന് ജീവിച്ചു കാണിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പണത്തിന് ആർത്തി കാണിക്കുന്നവരായിട്ടല്ലാതെ, ലോകത്തെ സ്നേഹിച്ചു പോകുന്നവരായിട്ടല്ലാതെ, പാപത്തിന് കീഴ്പ്പെട്ടു പോകുന്നവരായിട്ടല്ലാതെ, ദൈവത്തിന്റെ മക്കളായി ജീവിക്കുവാൻ, തീക്ഷ്ണതയോടുകൂടെ ജീവിക്കുവാൻ, ധൈര്യത്തോടുകൂടെ ജീവിക്കാൻ, സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരുമാറാകണമേ. എത്രയോ പേർ പഠനം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ജോലി ലഭിക്കുന്നില്ല, ഒരുപാട് ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നു, കുടുംബത്തിൽ പ്രശ്നമുണ്ട് എന്ന് കരയുന്നവരെ നീ ദർശിക്കണമേ. നീ മനസ്സലിയണമേ. നീ അനുഗ്രഹിച്ചാൽ അത് നിത്യമായ അനുഗ്രഹമാണ്. അവർക്ക് വേണ്ടി വഴികളെ നീ തുറക്കണമേ. എല്ലാവർക്കും നീ ജോലി കൊടുക്കുവാൻ ഇടയാകണമേ. നിന്റെ അനുഗ്രഹത്തെ, നന്മയെ അവരിലേക്ക് പകരണമേ പിതാവേ. വാർദ്ധക്യത്തിലായിരിക്കുന്നു, എന്നെ എല്ലാവരും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് നിരാശപ്പെടുന്ന ആളുകളെ ദർശിക്കണമേ. ആ മാതാപിതാക്കളെ നീ ദർശിക്കണമേ. നരയ്ക്കുവോളം നിങ്ങളെ ചുമക്കാമെന്ന് പറഞ്ഞ നീയാണ്. ആ വാഗ്ദത്തം അനുസരിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കണമേ, ബലപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങൾ അവരുടെ മേൽ നീ വർഷിക്കുമാറാകണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുവേ, 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 യേശുവേ.